ഹലോ വെൽക്കം ടു Aamis ഫാം 9th സ്റ്റാൻഡേർഡിൻ്റെ ബയോളജിയിലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഓൾറെഡി നിങ്ങളുടെ ഒരു സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. നമുക്കറിയാം റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ഇയറും നമുക്ക് വരാറ്. അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഇത്ര സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം. ഫസ്റ്റ് സെക്ഷൻ 1 തൊട്ട് 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ടോട്ടൽ 5 മാർക്കാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വീതം. ധമനി ഭിത്തികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥ ഏത്? ചൂസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് അക്യുമുലേഷൻ ഓഫ് ഫാറ്റ് ഒക്കേഴ്സ് ഇൻ ദ ആർട്ടറിയൽ വാൾസ്. അതിറോസ്ക്ലിറോസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ നൽകിയിട്ടുള്ളവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ചൂസ് ദ കറക്റ്റ് പെയർ ഫ്രം ദ ഫോളോയിങ്. അതിലെ കറക്റ്റ് പെയർ പെൽവിസ് റീജിയൻ വേർ യൂറിൻ ഫ്രം ദ ഫിൽറ്റേഴ്സ് ഫ്ലോ ഇൻ ടു ആണ്. ആ ബാക്കിയുള്ളതെല്ലാം കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ല കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പെൽവിസ് അരിപ്പകളിൽ നിന്നും മൂത്രം ഒഴുകിയെത്തുന്ന കുഴൽ എന്നാണ്. ബാക്കി താഴെയുള്ളത് അഫറൻറ്റ് വെസൽ എന്ന് പറയുന്നത് ദ ബ്ലഡ് വെസൽ ദാറ്റ് കംസ് ഔട്ട് ഓഫ് ബോമാൻസ് ക്യാപ്സ്യൂൾ, അല്ലെങ്കിൽ ബോമാൻസ് ക്യാപ്സ്യൂളിൽ നിന്നും പുറത്തേക്ക് വരുന്ന കുഴലല്ല, അകത്തേക്കുള്ള കുഴലാണ്. ഓക്കെ, ദാറ്റ് കംസ് ഇൻവേർഡ് എന്നാണ് നമ്മൾ എഴുതുക, അല്ലെങ്കിൽ ഇൻസൈഡ് എന്ന്. അപ്പോൾ അത് തെറ്റാണ്. രണ്ടാമത്തത് കോർട്ടക്സ്, വൃക്കകളുടെ കടും നിറമുള്ള ആന്തരഭാഗം, ദ ഡാർക്ക് കളേർഡ് ഇന്നർ പാർട്ട് അല്ല, അവിടെ ലൈറ്റ് കളേർഡ് ആണ്. അടുത്തത് മെഡുല്ല, ലൈറ്റ് കളേർഡ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ലൈറ്റ് കളേർഡ് അല്ല, എന്താണ്, ഡാർക്ക് കളേർഡ് ആണ് അത് വരിക. അപ്പോൾ കോർട്ടക്സ് ഇളം നിറമാണ്, അല്ലെങ്കിൽ ലൈറ്റ് കളറാണ്. മെഡുല്ല ഡാർക്ക് കളറാണ്, അല്ലെങ്കിൽ കടും നിറമാണെന്ന് എഴുതാം. കാർബൺ ഡയോക്സൈഡ് ഉപോൽപ്പന്നമായി രൂപപ്പെടുന്ന പ്രക്രിയകൾ ഏതെല്ലാം? ഐഡന്റിഫൈ ദ പ്രോസസ് ഇൻ വിച്ച് കാർബൺ ഡയോക്സൈഡ് ഈസ് നോട്ട് ഫോംഡ് ആസ് ബൈ പ്രൊഡക്റ്റ്. കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യാത്തത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ ഉണ്ട്. രണ്ടാമത്തത് ഗ്ലൈക്കോളിസിസ് ഉണ്ട് കേട്ടോ. ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനും ഗ്ലൈക്കോളിസിസും അത് ശ്രദ്ധിക്കുക. അതെന്താണെന്ന് കറക്റ്റായിട്ട് നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, നിങ്ങൾ അതൊന്ന് വാച്ച് ചെയ്യുക കേട്ടോ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ മസിൽ ഇൻഡിക്കേറ്റഡ് ആസ് എക്സ് ഇൻ ദ ഇലസ്ട്രേഷൻ. എക്സ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന പേശി ഏതാണെന്ന് തിരിച്ചറിയുക. അപ്പോൾ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? കോൺട്രാക്ട്സ്. അപ്പോൾ എന്താണ് കോൺട്രാക്ട് ചെയ്യുക? ഒന്നാമത് അവിടെ റിബ്സ് റേസ് ചെയ്യുക. എന്തോ ഒന്ന് കോൺട്രാക്ട് ചെയ്യുമ്പോൾ, സങ്കോചിക്കുമ്പോൾ വാരിയെല്ലുകൾ ഉയരുന്നുണ്ട്. അതെന്താണ്? ഇൻ്റർകോസ്റ്റൽ മസിലാണ് കേട്ടോ. ഇൻ്റർകോസ്റ്റൽ പേശികൾ നമ്മുടെ ടെക്സ്റ്റിലെ കറക്റ്റ് ഫിഗർ ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ വേർഡ് റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇനി തന്നിരിക്കുന്ന ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒന്ന് ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക. ഇത് 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സിസ്റ്റോളിക് പ്രഷർ അത് 120 mm/Hg ആണ്. അടുത്തതെന്ന് പറയുന്നത് 18 കൊടുത്തിട്ടുണ്ട്. അത് ഏതായിരിക്കും? ഡയസ്റ്റോളിക് പ്രഷറാണ്. നമുക്ക് പറയുമ്പോൾ ചെറിയ ക്വസ്റ്റൻ ആയിട്ട് തോന്നുന്നു, പക്ഷേ ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഡയസ്റ്റോളിക് പ്രഷർ, ഒന്നാമത്തെ സിസ്റ്റോളിക് ആയിരുന്നു, ഇത് ഡയസ്റ്റോളിക് ആയിരുന്നു. സിസ്റ്റോളിക് പ്രഷർ എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രഷറാണ്. നമ്മൾ ഈ ബ്രീത്ത് ചെയ്യുമ്പോൾ, കോൺട്രാക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സങ്കോചിക്കുമ്പോൾ, ഇന്റർകോസ്റ്റൽ മസിൽ ശ്വാസമൊക്കെ വലിക്കുമ്പോൾ, ഇനി അതിൽ മിനിമം പ്രഷറാണ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ എക്സ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗത്തിന്റെ ധർമ്മം എഴുതുക. അപ്പോൾ ഇതിൽ എക്സ് എന്ന് പറയുന്ന ആ ഒരു ധർമ്മം എഴുതുന്നതിന് മുമ്പ് ഈ ഫിഗർ എന്താണെന്ന് അറിയണം. ഈ ഫിഗർ എന്ന് പറയുന്നത് നെഫ്രോണിൻ്റെ ഒരു ഫിഗറാണ് കേട്ടോ. നെഫ്രോൺ ആണ് ഈ ഫിഗറിൻ്റെ പേര്. ഇതിൽ എക്സ് എന്നുള്ള ഭാഗം കളക്ടിങ് ഡക്റ്റ് ആണ്, ശേഖരിക്കുന്ന നാളമാണ്. റൈറ്റ് ദ ഫങ്ഷൻ ഓഫ് ദ പാർട്ട്. അപ്പോൾ ഇത് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ടേക്ക് പ്ലേസ്, യൂറിൻ ഈസ് കളക്റ്റഡ് ആൻഡ് ക്യാരീസ് ടു പെൽവിക്സ്. അപ്പോൾ 3 ധർമ്മമാണ്, അല്ലെങ്കിൽ 3 ഫംഗ്ഷനാണ് ഉള്ളത്. ജലത്തിൻ്റെ ആഗിരണം നടക്കുന്നുണ്ട്, മൂത്രം ശേഖരിച്ച് പെൽവിസിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 3 എന്ത് ചെയ്യുന്നത്? മൂത്രം ശേഖരിക്കുന്നുണ്ട്, അത് പെൽവിസിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇത് 3 ആളുടെ ധർമ്മം. ആരുടെ ധർമ്മമാണ്? കളക്ടിങ് ഡക്ക്, ശേഖരിക്കുന്ന നാളം. ആരുടെയാണിത്? നെഫ്രോണിൻ്റെ. ഇനി നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് കടന്നു. ആൻസർ ഇനി 6 ഫ്രം ക്വസ്റ്റ്യൻ 7 to 13, 2 scores ഈച്ച്. 7 തൊട്ട് 13 വരെ എഴുതുക. അതിൽ ഏതെങ്കിലും 6 എണ്ണം അറ്റൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നിങ്ങൾ ഹെഡിങ് ശ്രദ്ധിച്ച് എഴുതിക്കോളോ, ഇല്ലെങ്കിൽ എല്ലാം എഴുതി വെച്ച് നമുക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് ടൈമും പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 മാർക്ക് വീതമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ 7th ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ലങ്സ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ശ്വാസകോശത്തിൻ്റെ ഒരു സവിശേഷതയാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ഇത് വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ബ്രോൺചൈൽസ്, ദ ടെർമിനൽ ബ്രാഞ്ചസ് ഓഫ് ബ്രോങ്കി which enter the lungs and in millions of alveoli. അപ്പോൾ എന്തെങ്കിലും പറയുന്നത്? ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്ന ശ്വസനയുടെ അഗ്രശാഖകളായ ശ്വസനികകൾ തുറക്കുന്നത് ദശലക്ഷക്കണക്കിന് വായു അറകളിലൂടെയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ ഈ ഒരു ശ്വാസം വലിക്കുന്നില്ലേ, അതിൻ്റെ അറ്റത്തായിട്ട് ഒരുപാട് അറകളുണ്ട് എന്നാണ് പറയുന്നത്, ലങ്സിൻ്റെ ആ ഒരു അറ്റത്ത്. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഹാവിങ് ദിസ് മച്ച് നമ്പർ ഓഫ് ആൽവിയോലൈ?
അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, അല്ലെങ്കിൽ ഇത്രയധികം വായുറകൾ ഉള്ളത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? ആൽവിയോയിൽ ഇൻക്രീസ് ദ റെസ്പിറേറ്ററി സർഫസ് ഏരിയ ഓഫ് ലങ്സ്. വായുറ ശ്വാസകോശത്തിൻ്റെ ശ്വസന ഉപരിതല വിസ്തീർണം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഇതുപോലെ അറകൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ലങ്സിൻ്റെ ആ സ്പേസ് കൂട്ടും. ഓക്കെ, നമ്മൾ എത്രത്തോളം, ഇപ്പോൾ നമ്മൾ കുറച്ച് കല്ലെടുത്ത് വെക്കണതും കുറേ കല്ലെടുത്ത് വെക്കണതും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ, അത്രയും സ്പേസ് ആണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി ഹൗ ഫാർ ഇസ് ദ സ്ട്രക്ചർ ഓഫ് അൽവോയിൽ suitable for the exchange of respiratory gases. വായു അറകളുടെ ഘടന ശ്വസനവാതങ്ങളുടെ കൈമാറ്റത്തിന് എത്രത്തോളം അനുയോജ്യമാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ശ്വസിക്കുന്ന ഒരു ഗ്യാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടല്ലോ, അതിന് എത്രത്തോളം ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൽവിയോലായി അല്ലെങ്കിൽ വായു അറയുടെ ഒരു പിക്ചർ ഞാൻ ഇത് കഴിഞ്ഞിട്ട് തരുന്നുണ്ട് ടെക്സ്റ്റിലുള്ളത്. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. എപ്പോൾ എങ്ങനെയാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. ദ സർഫസ് ദാറ്റ് സെപ്പറേറ്റ് ദ ബ്ലഡ് ഇൻ ദ ബ്ലഡ് കാപ്പിലാരീസ് ആൻഡ് ദ എയർ ഇൻ ദ ആൽവിയോലി has the thickness of 2 rows of cell only. രക്തലോമികളിലെ രക്തത്തിനെയും വായു അറകളിലെ വായുവിനെയും തമ്മിൽ വേർതിരിക്കുന്ന പ്രതലത്തിന് 2 നിര കോശങ്ങളുടെ കനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹൗ ഫാർ ഇസ് ദ സ്ട്രക്ചർ ഓഫ് അൽവിയോയിൽ സ്യൂട്ടബിൾ ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്. ഇങ്ങനെ ഗ്യാസ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എന്താ പറയുന്നത്, 2 നിരയുടെ ആ കനമാണുള്ളത്. സ്ട്രക്ചറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതാ നോക്കിയേ, ഇതാണ് നമ്മുടെ വായു അറയുടെ ആ ഒരു ഫിഗർ വന്നിരിക്കുന്നത്. ഓക്സിജൻ അകത്ത് പോകുന്നുണ്ട്, പിന്നെ ഓരോ ഭാഗത്തിലൂടെ അത് കടന്നു പോകുന്നത് കാണിക്കുന്നുണ്ട്. അവസാനം അതൊക്കെ യൂസേജ് കഴിഞ്ഞ് അത് പുറത്തേക്ക് പോകുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നടക്കുന്നത് കാപ്പിലറി വാൾ, റെഡ് ബ്ലഡ് സെൽസ്, അരുണ രക്താണുക്കൾ, അതുപോലെ രക്തലോമി ഭിത്തി, ഇതെല്ലാം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. കാരണം ഈ ഫിഗറും നമുക്ക് തന്നിട്ട് ഓരോ വാക്കുകൾ ഇതിലുള്ള ഓരോന്ന് ബ്ലാങ്ക് ആയിട്ട് തരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റിലുള്ള അതേ ഫിഗറാണ്. അപ്പോൾ അത് ഞാൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എക്സ് എന്ന ദ്രവം ഏതാണെന്നാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഫ്ലൂയിഡ് ഈസ് ഇൻറ്റഗ്രേറ്റഡ് ആസ് എക്സ്. അപ്പോൾ അവിടെ പിക്ചറിൽ ദ ഫ്ലൂയിഡ് എക്സ് ടു ഇൻ്റർസെല്ലുലാർ സ്പേസ്. എക്സ് എന്ന ദ്രവം കോശ സ്ഥാനത്തിൽ എത്തുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏതാണ്? ആ പിക്ചറിലുണ്ട്, നമുക്ക് ടെക്സ്റ്റിലുണ്ട്, ടിഷ്യൂ ഫ്ലൂയിഡ് ആണ് കേട്ടോ. അതവിടെ എഴുതിയിട്ടുണ്ട് കോശദ്രവം. ഈ ദ്രവവും രക്തവും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഹൗ ഡസ് ദ ഫ്ലൂയിഡ് ഡിഫർ ഫ്രം ബ്ലഡ്. അപ്പോൾ ഈ ടിഷ്യൂ ഫ്ലൂയിഡും ബ്ലഡും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ കോശദ്രവവും രക്തവും തമ്മിലുള്ള വ്യത്യാസം. ഇതിൽ ആർ ബി സികൾ എന്നുള്ളത് മലയാളം മീഡിയത്തിന് അരുണ രക്താക്കൾ എന്നാണ് പറയുക കേട്ടോ. നമ്മൾ തൊട്ട് മുൻപ് കാണിച്ച വായു അറകളിൽ അത് കൊടുത്തിട്ടുണ്ട്, ആർ ബി സിയുടെ മലയാളം മീഡിയത്തിൽ കൊടുത്തിട്ടുണ്ട് അരുണ രക്താണുക്കൾ എന്നുള്ളത്. അപ്പോൾ ഇതിൽ അതും വലിയ പ്രോട്ടീൻ തന്മാത്രകളും പ്ലേറ്റ്ലെറ്റുകളും എന്നിവ അടങ്ങിയിട്ടില്ല. അപ്പോൾ അതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ആർ ബി സി, ലാർജ് പ്രോട്ടീൻ മോളിക്യൂൾസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. ഇത് ഏതിലാണ്? ഫ്ലൂയിഡിൽ ഇത് അടങ്ങിയിട്ടില്ല. അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ. അനലൈസ് ദ ഇൻഫോർമേഷൻ ഗിവൻ ഇൻ ദ ബോക്സ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ബോക്സിലെ വിവരം വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഡിറൈവ്ഡ് റേറ്റ് ഓഫ് ബ്ലഡ് പ്രഷർ ഈസ് 120/80. അഭിലക്ഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് 120/80. നമ്മൾ നേരത്തെ സിസ്റ്റോളിക്, ഡയസ്റ്റോളിക് എന്നൊക്കെ പറഞ്ഞു പ്രഷർ. ഏറ്റവും മാക്സിമം, ഏറ്റവും മിനിമം. ബോക്സിൽ നൽകിയിട്ടുള്ള നിരക്കിൽ നിന്നും രക്തസമ്മർദ്ദ നിരക്ക് കൂടുന്ന രോഗാവസ്ഥ ഏത്? നെയിം ദ ഡിസീസ്ഡ് റേറ്റ് ഇൻ വിച്ച് ദ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് അബൌട്ട് ദ റേറ്റ് ഗിവൻ ഇൻ ദ ബോക്സ്. അപ്പോൾ ഏത് ഡിസീസസ് ആണ് നമുക്ക് പ്രഷർ ഏറ്റവും കൂടുതൽ, ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ട്, BP ഇൻക്രീസ് ചെയ്യാമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. രക്തസമ്മർദ്ദം കൂടിയിട്ട് നമുക്ക് ഉണ്ടാവുക ഹൈപ്പർ ടെൻഷനാണ്, രക്താതിമർദ്ദം. ഇതിനുള്ള കാരണങ്ങൾ എന്തെല്ലാം? അൺഹെൽത്തി ഹാബിറ്റ്സ് സച്ച് ആസ് എക്സസ് യൂസ് ഓഫ് സോൾട്ട് ആൻഡ് ഫാറ്റ്, സ്മോക്കിംഗ്, ലാക്ക് ഓഫ് എക്സസൈസ്. ഉപ്പ്, കൊഴുപ്പ് എന്നിവയുടെ അമിത ഉപയോഗം പോലുള്ള അനാരോഗ്യകരമായിട്ടുള്ള ശീലങ്ങളും പുകവലി, വ്യായാമത്തിൻ്റെ അഭാവം, ഇതെല്ലാമാണ് ഇതിനുള്ള റീസൺസ്. 10th ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഇലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ ഒരു ചിത്രത്തിലെ ലങ്സ് തന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ ബ്രോങ്കൈറ്റിസ് തന്നിട്ടുണ്ട്, പിന്നെ ശ്വാസകോശ വീക്കം അല്ലെങ്കിൽ സ്വെല്ലിംഗ് ഓഫ് ലങ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ലങ്സിലെ ഈ ഒരു ബ്രോങ്കൈറ്റിസ് അതുമൂലം സ്വെല്ലിംഗ് ഓഫ് ലങ്സ്, ശ്വാസകോശ വീക്കം ഉണ്ടാകും. അപ്പോൾ വായു അറ പൊട്ടുക അല്ലെങ്കിൽ റപ്ചറിങ് ഓഫ് അൽവോലി, അത് എങ്ങനെയാണ്, ഏത് ഡിസീസ് വഴിയാണ്? അത് എംഫീസിമ വഴിയാണ് കേട്ടോ. അപ്പോൾ ഡിസീസിൻ്റെ പേര് പഠിച്ചേക്കുക, എംഫീസിമ. ഏതായിരുന്നു? ബ്രോങ്കൈറ്റിസ്, അത് ശ്വാസകോശ വീക്കം, സ്വെല്ലിംഗ് ഓഫ് ലങ്സ്. ഈ 2 അസുഖങ്ങളും നമ്മുടെ ലങ്സിൽ ഉണ്ടാവുന്നതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ദ റപ്ചറിങ് ഓഫ് അൽവോലി എഫക്ട് ദ പേഷ്യൻറ്റ്. വായു അറ പൊട്ടുന്നത്
ഇത്തരം രോഗികളെ എപ്രകാരം ബാധിക്കുന്നു? അപ്പോൾ ഈ ഒരു എഫ്സീമ വന്ന രോഗമുള്ള ആ ഒരു രോഗികളെ, വായുറ പൊട്ടുന്നതാണല്ലോ, റപ്ചറിങ് ഓഫ് അൽവോലി ആണല്ലോ, അപ്പോൾ അതെങ്ങനെയാണ് അവരെ ബാധിക്കുക? റെഡ്യൂസ് ദ റെസ്പിറേറ്ററി സർഫസ് ആൻഡ് റെഡ്യൂസ് ദ വൈറ്റൽ കപ്പാസിറ്റി. ഇത് ശ്വസനപ്രതല വിസ്തീർണം കുറയ്ക്കുന്നതിനും വൈറ്റൽ കപ്പാസിറ്റി കുറയുന്നതിനും കാരണമാകുന്നു. ഈ ഒരു വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രീത്ത് ചെയ്യാനുള്ള കപ്പാസിറ്റി അവിടെ കുറയാണ്. അങ്ങനെയാണ് നമുക്ക് ശ്വാസം മുട്ട് അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരാം. അങ്ങനെ ആ ഒരു ശ്വാസത്തിൻ്റെ അറ പൊട്ടുകയാണ് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 57 അതിനെ പറ്റിയിട്ട് ലങ്സിന് ബാധിക്കുന്ന പലതരം അസുഖങ്ങളെ പറ്റിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ലങ് ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, അതുപോലെ തന്നെ എംസീമ, അതിൻ്റെയൊക്കെ റീസൺസും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വായിക്കുക, അതൊക്കെ വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. അതിൽ നമ്മുടെ ഈ ബ്രോങ്കൈറ്റിസ് ഉണ്ടാവുന്നത് ടാർ, കാർബൺ മോണോക്സൈഡ് എക്സെട്ര ഇൻ ടൊബാക്കോ ലീഡ്സ് ടു ദ ഡെപ്പോസിഷൻ ഓഫ് മക്കസ് ആൻഡ് സ്വെല്ലിംഗ് ഓഫ് ലങ്സ് ഡ്യൂ ടു ദ പ്രൊലിഫറേഷൻ ഓഫ് ജംസ് ഇൻ ദ അൽവോയിൽ. അപ്പോൾ നമ്മൾ നന്നായി സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ടാർ അടിഞ്ഞുകൂടി ഉണ്ടാകുന്നതാണ് ഈ ഒരു ബ്രോങ്കൈറ്റിസ്. ലങ് ക്യാൻസർ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കാർസിനോജൻ പ്രസൻറ്റ് ഇൻ ദ ടൊബാക്കോ. നമ്മൾ പുക വലിക്കുന്ന ആൾക്കാർക്ക് അവർക്കും ഇത് തന്നെയാണ്, ടൊബാക്കോ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെയാണ് അതും സംഭവിക്കുന്നത്. ലങ് ക്യാൻസർ അതല്ലാതെയും വരാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രോങ്കൈറ്റിൻ്റെ ഇതിൻ്റെയൊക്കെ കാരണം ഇതാണെന്ന് നമ്മൾ പറയും. ഇത് നിങ്ങൾ ടെക്സ്റ്റിൽ ഈ ഒരു പോർഷൻ എടുത്ത് വായിച്ച് നോക്കണം. അതുകൊണ്ടാണ് പേജ് നമ്പർ അടക്കം കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് നമുക്ക് ഒരുപാട് ലാഗ് ആവും നമ്മുടെ വീഡിയോ. നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ, റീഡ്രോ ദ ഡയഗ്രാം ആൻഡ് ഐഡന്റിഫൈ ദ പാർട്സ് ലാബൽഡ് AB. ഈ ഒരു ചിത്രം നിങ്ങളോട് ടെക്സ്റ്റിലേക്കല്ല നമ്മുടെ ആൻസർ പേപ്പറിലേക്ക് വരച്ചിട്ട് എയും ബിയും അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫിഗറൊക്കെ വരയ്ക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പഠിക്കുക. അതിപ്പോൾ ഫിഗർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ എ എന്നുള്ള ഭാഗം ഏതാണ്? നമ്മുടെ ടെക്സ്റ്റിലെ ഭാഗമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എ എന്നുള്ള ഭാഗം നമ്മൾ കോർട്ടെക്സ് എന്ന് പറയും. ബി എന്നുള്ള ഭാഗം നമ്മൾ എന്ത് പറയും? പെൽവിസ് എന്ന് പറയും. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ലൈറ്റ് ഭാഗമാണ്, ഡാർക്ക് ഭാഗമാണ്, അങ്ങനെയൊക്കെ പഠിച്ചോളൂ. ഇന്നർ സൈഡാണ്. അതിലേതാ കറക്റ്റ് ഉള്ളതെന്നൊക്കെ മാർക്ക് ചെയ്യാൻ പറഞ്ഞു. അതാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കോർട്ടെക്സ് ലൈറ്റ് കളേർഡാണ്. അൾട്രാ ഫിൽറ്റേഴ്സ് ഓഫ് ദ നെഫ്രോൺ ആർ ഫൗണ്ട് ഹിയർ. അപ്പോൾ നെഫ്രോണിൻ്റെ അൾട്രാ ഫിൽറ്റർ കാണുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ വൃക്കയുടെ ഇളം നിറമുള്ള ഭാഗമാണ്. അതിസൂക്ഷ്മ അറകൾ കാണുന്നു. അതുപോലെ നമ്മുടെ ഈ ഒരു മെഡുല്ല എന്ന് പറയുന്നത് ഡാർക്ക് കളറായിട്ടുള്ള ഭാഗം. പെൽവിസ് എന്ന് പറയുന്നത് എന്താ? യൂറിൻ റീജിയൻ വേർ യൂറിൻ ഫ്രം ദ ഫിൽറ്റേഴ്സ് ഫ്ലോ ഇൻ ടു. ആ ഒരു മൂത്രമൊഴുകുന്ന ആ ഒരു സ്ഥലമാണ് ഈ ബി, പെൽവിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ, ചിത്രീകരണം ഉചിതമായി പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ലിംഫ് വ്യവസ്ഥ കൊടുത്തിട്ടുണ്ട്, ലിംഫാറ്റിക് സിസ്റ്റം. അതിൽ നമുക്ക് 4 ഭാഗങ്ങൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പിക്ചർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ലിംഫ് കാപ്പിലറി, ലിംഫ് നോഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരെണ്ണം ലിംഫ് ഡക്റ്റാണ്, അതുപോലെ സ്പ്ലീനാണ് അടുത്ത ഭാഗം. ഇതാണ് നമ്മുടെ ലിംഫ് സിസ്റ്റം. പേജ് നമ്പർ 14 അതിൻ്റെ മുകളിലായിട്ട് എക്സ്പ്ലനേഷനും ഉണ്ട്. അത് നിങ്ങളൊന്ന് പഠിക്കുക കേട്ടോ. 13th ക്വസ്റ്റ്യൻ, അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഗിവ് റീസൺ. പ്രസ്താവന വിശകലനം ചെയ്ത് കാരണം എഴുതുക. യഥാസമയം മൂത്രമൊഴിക്കാതിരിക്കുന്നത് ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്നു. അവോയ്ഡിങ് ടൈംലി യൂറിനേഷൻ എഫക്റ്റ് അവർ ബോഡി. നമ്മുടെ ടെക്സ്റ്റിൽ വളരെ കറക്റ്റായിട്ട് ഈ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആൻസർ നോക്കാം. അവോയ്ഡിങ് യൂറിനേഷൻ ഫോർ എ ലോങ് ടൈം പ്രിവെന്റ് ദ എക്സ്പ്ലോഷൻ ഓഫ് ബാക്ടീരിയ ദാറ്റ് മൈ ബി പ്രസന്റ് ഇൻ ദ യൂറിനറി ട്രാക്ട് ആൻഡ് യൂറിനറി ബ്ലാഡർ. ദീർഘനേരം മൂത്രമൊഴിക്കാതിരുന്നാൽ മൂത്രപഥത്തിലും മൂത്രാശയത്തിലും ഉണ്ടാകാനിടയുള്ള ബാക്ടീരിയകളെ പുറന്തള്ളാനുള്ള സാധ്യത തടസ്സപ്പെടും. ദിസ് കോസ് ഇൻഫെക്ഷൻ ഇൻ ദ ഇന്നർ മെമ്പറൈൻ ഓഫ് ദ യൂറിനറി ബ്ലാഡർ. ഇത് മൂത്രാശയത്തിൻ്റെ ആന്തരസ്തരത്തിൽ അണുബാധയുണ്ടാക്കും. ഫീമെയിൽസ് ആർ മോർ സസ്റ്റബിൾ ടു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വെൻ കമ്പയർഡ് ടു മെയിൽസ്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് മൂത്രപ്രദത്തിലെ അണുബാധയ്ക്കുള്ള സാധ്യത കൂടുതൽ. നെക്സ്റ്റ് ഇനി അടുത്ത സെക്ഷനായി അതിലെ 5 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 14 തൊട്ട് 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 3 മാർക്ക് വീതമാണ്. നമുക്കറിയാം സയൻസിൽ ഇങ്ങനെ 1, 2, 3 അങ്ങനെയൊക്കെ ഓരോ മാർക്ക് വീതമൊക്കെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക. സുഖമായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി 14th ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു വാസ്കുലർ ടിഷ്യൂ ഗിവൻ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. സംവഹന കലകളെക്കുറിച്ച് ചുവടെ നൽകിയിട്ടുള്ള വിവരങ്ങൾ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒന്നിന് മുകളിൽ ഒന്നായി ക്രമീകരിച്ചിരിക്കുന്ന ഈ കോശങ്ങൾക്കിടയിൽ കോശഭിത്തി നശിച്ചു പോയതിനാൽ നീണ്ട പൈപ്പുകൾ പോലെയാണ് കാണപ്പെടുന്നത്. ദ സെൽ വാൾ ബിറ്റ്വീൻ ദീസ് വോൾ സെൽസ് ഡിസൻറ്റിഗ്രേറ്റ് സോ ദേ ലുക്ക് ലൈക്ക് ലോങ് പൈപ്സ്. ഒന്നിന് മുകളിൽ ഒന്നായി ക്രമീകരിച്ചിട്ടുള്ള കുഴലുകൾ പോലെ കാണപ്പെടുന്ന ഈ കോശങ്ങളുടെ കുറുകെയുള്ള ഭിത്തിയിൽ സുഷിരങ്ങൾ കാണപ്പെടുന്നു. ദീസ് സെൽസ് ആർ സീൻ ഇൻ പൈപ്സ് അറേഞ്ച്ഡ് വൺ അബവ് ദ അതർ ആൻഡ് പോർസ് ആർ സീൻ ഇൻ ദർ ക്രോസ് വാൾസ്. ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് വാസ്കുലർ ടിഷ്യൂ മെൻഷൻ ഇൻ സ്റ്റേറ്റ്മെൻറ്റ് 1 and 2. 1, 2 എന്നീ പ്രസ്താവനകളിൽ സൂചിപ്പിച്ചിരിക്കുന്ന സംവഹന കലയുടെ ഭാഗങ്ങൾ തിരിച്ചറിയുക. ഒന്നാമത്തത് സൈലമാണ്, സൈലം വെസൽ. രണ്ടാമത്തത് ഫ്ലോയമാണ്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, 2ന്റെ ധർമ്മം എഴുതുക. റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് 2. സെക്കൻഡ് 1ന്റെ ധർമ്മം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്ലോയത്തിൻ്റെ ധർമ്മം. ഫ്ലോയത്തിലെ മുഖ്യ ഭാഗമായ നാളികളിലൂടെ സുക്രോസ് രൂപത്തിലാണ് ആഹാര സംവഹനം നടക്കുന്നത്.
Food is transported in the form of sucrose through the sieve tube, the main part of the phloem. വേരുകൾ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന ജലവും ലവണങ്ങളും സംവാഹന കലകളായി സൈലത്തിലൂടെയാണ് ഇലകളിലേക്ക് എത്തുന്നത്. The water and salt that root absorb from the soil reach the leaves through xylem, the vascular tissue. അപ്പോൾ ഇവിടെ ഞാൻ ഫ്ലോയത്തിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട്, സൈലത്തിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ഏതാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്കൊരു ബോക്സ് തന്നിട്ടുണ്ട്. അമോണിയ യൂറിയ ആയിട്ട് മാറുന്നു. ഈ പ്രവർത്തനം നടക്കുന്നത് എവിടെ? വേർ ഡസ് ദിസ് പ്രോസസ് ടേക്ക് പ്ലേസ്? ഇത് ഉണ്ടാവുന്നത് ലിവറിലാണ് കേട്ടോ. പേജ് നമ്പർ 73 ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇത് പാർട്ട് 2 കേട്ടോ. ഹൗ ഈസ് അമോണിയ ഫോംഡ് ഇൻ ദ ബോഡി? ശരീരത്തിൽ അമോണിയ രൂപപ്പെടുന്നത് എങ്ങനെ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പേജ് നമ്പർ എടുത്ത് നോക്കാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ആ പേജ് നമ്പർ കൊടുത്തിരിക്കുന്നത്. Amino acids are formed by the breakdown of protein as a result of the metabolic activity of amino acid. ഇത്ര വരെ ആൻസർ ഉള്ള ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് എഴുതുന്നത് കേട്ടോ. അപ്പോൾ പ്രോട്ടീനുകളുടെ വിഘടന ഫലമായി അമിനോ ആസിഡുകൾ രൂപപ്പെടുന്നു. ഇവയുടെ ഉപാപചയ പ്രവർത്തന ഫലമായി നൈട്രജൻ അടങ്ങിയ പല ഉൽപ്പന്നങ്ങളും രൂപപ്പെടുന്നുണ്ട്. ഇതാണ് എഴുതി വയ്ക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഇതിനോട് ഹെൽപ്പ് ചെയ്യുന്ന ലൈൻസ് തന്നെയാണ്. ദ മോസ്റ്റ് ഹാംഫുൾ അമംഗ് ദിസ് ഈസ് അമോണിയ. ഇതിൽ ഏറ്റവും കൂടുതൽ ഹാംഫുള്ളാണ് അമോണിയ. ഇറ്റ് ഷുഡ് ബി റിമൂവ് ഫ്രം ദ ബോഡി ഇമീഡിയറ്റ്ലി. അത് എത്രയും പെട്ടെന്ന് നമ്മുടെ ബോഡിയിൽ നിന്ന് കളയണം. ദ അമോണിയ ഫോംഡ് ഇൻ സെൽ റീച്ച് ദ ലിവർ ത്രൂ ബ്ലഡ്. അപ്പോൾ അമോണിയ നമ്മുടെ ശരീരത്തിലുള്ളത് ബ്ലഡ് ത്രൂ ആണ് എത്തുക. ഓക്കെ, ത്രൂ ബ്ലഡിലൂടെയാണ് അത് പുറത്തേക്ക് വരുന്നത്, ലിവറിൽ എത്തുന്നത്. ഓക്കെ, ലിവറിലൂടെ എങ്ങനെ പുറത്തേക്ക് പോവാം? നമ്മൾ യൂറിൻ ഒഴിക്കുമ്പോൾ, നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ അത് പുറത്തേക്ക് പോകുന്നു. ക്ലിയർ ആയല്ലോ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കെമിക്കൽ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് യൂറിയ ഫ്രം അമോണിയ. അമോണിയയിൽ നിന്നും യൂറിയ രൂപപ്പെടുന്ന രാസപ്രവർത്തനം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് താഴെ എഴുതിയിരിക്കുന്നത്. അമോണിയ പ്ലസ് കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ എൻസൈംസ് യൂറിയ. അമോണിയ പ്ലസ് കാർബൺ ഡയോക്സൈഡ് പ്ലസ് ജലം എൻസൈമുകൾ യൂറിയ. ടെക്സ്റ്റിലെ പേജ് നോക്കി അതിലുള്ളത് ക്ലിയർ ആയി എഴുതുക കേട്ടോ. യൂറിയ ആയിട്ട് ത്രൂ യൂറിനിലൂടെ എങ്ങനെ പുറത്ത് പോവുക? അമോണിയ, കാർബൺ ഡയോക്സൈഡ്, വെള്ളം, ഇതെല്ലാം മിക്സ് ആയിട്ടാണ്. പിന്നെ എന്തെങ്കിലും എൻസൈംസ് ഉണ്ടെങ്കിൽ ആ എൻസൈംസും കൂടിയിട്ടാണ് ഇതെല്ലാം കൂടി പുറത്തേക്ക് പോകുന്നത് കേട്ടോ. എന്താണെന്ന് മനസ്സിലായല്ലോ? നമ്മുടെ ശരീരത്തെ അമിനോ ആസിഡ്, അമോണിയ ഒരിക്കലും ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല. എമിനോ ആസിഡ് ബ്രേക്ക് ഡൗൺ ആവുന്നത് പ്രോട്ടീൻ ആവാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ആക്ടിവിറ്റിയുടെ ഫലമായിട്ടാണ് അമോണിയ ഉണ്ടാവുന്നത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പുറത്തു പോകണം. എങ്ങനെയാണ് പുറത്തു പോകുന്നത്? നമ്മുടെ ബ്ലഡ് ത്രൂ കരളിലെത്തുന്നു, ലിവറിലെത്തുന്നു. അതിന്ന് പിന്നെ നമ്മുടെ യൂറിൻ ത്രൂ പുറത്തേക്ക് പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന കോശാംഗത്തിൻ്റെ ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ ടെക്സ്റ്റിൽ എവിടെയാണോ ഈ ഭാഗം വരുന്നത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിലെ ഒരു ഭാഗം മാത്രമല്ല, ചോദിക്കാൻ സാധ്യതയുള്ള മുകളിലത്തെ ആ ഒരു സെക്ഷൻ കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. എവിടെ നിന്നാണ് ആ ഫിഗർ വന്നിട്ടുള്ളത്? ഇവിടെ നടക്കുന്ന കോശ ശ്വസന ഘട്ടത്തിൻ്റെ പേരെഴുതുക. നെയിം ദ ഫേസ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ ടേക്ക് പ്ലേസ് ഹിയർ. ഇവിടെ ഉണ്ടാവുന്നത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ക്രെബ്സ് സൈക്കിളാണ്, അല്ലെങ്കിൽ ക്രെബ്സ് പരിവൃത്തി എന്നാണ് ഇതിൻ്റെ പേര്. അതെന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ദ സെക്കൻഡ് ഫേസ് ഇൻ സെല്ലുലാർ റെസ്പിറേഷൻ ഇൻ ദാറ്റ് വിച്ച് ഒക്കേഴ്സ് ഇൻ ദ മൈറ്റോകോൺട്രിയ. ഞാൻ പറഞ്ഞു, മൈറ്റോകോൺട്രിയയിലാണ് ഇത് സംഭവിക്കുന്നത്. ത്രൂ എ സീരീസ് ഓഫ് കെമിക്കൽ ചേഞ്ചസ് പ്യൂരിക് ആസിഡ് ഈസ് കൺവേർട്ടഡ് ടു കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. അപ്പോൾ പ്യൂരിക് ആസിഡ് എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് കെമിക്കൽ ചേഞ്ചസ് കാരണം കാർബൺ ഡയോക്സൈഡും വെള്ളമായിട്ട് മാറുന്നുണ്ട്. 28 ATP മോളിക്യൂൾസ് ആർ പ്രൊഡ്യൂസ്ഡ്. ഇറ്റ് റിക്വയർസ് ഓക്സിജൻ. അതിനെ ഓക്സിജൻ വേണം. ഇതാണ് ക്രെബ്സ് സൈക്കിൾ എന്ന് പറയുന്നത്. കോശസ്വനത്തിൻ്റെ രണ്ടാം ഘട്ടം ക്രെബ്സ് പരിവൃത്തി മൈറ്റോകോൺട്രിയത്തിൽ നടക്കുന്നു. നിരവധി രാസമാറ്റങ്ങളിലേക്ക് പെർവിക് ആസിഡ് കാർബൺ ഡയോക്സൈഡും ജലവുമായി രൂപപ്പെടുന്നു. 28 ATP തന്മാത്രകൾ ലഭ്യമാകുന്നു. ഈ പ്രവർത്തനത്തിന് ഓക്സിജൻ ആവശ്യമാണ്. ഇതാണ് ആ ഒരു സൈക്കിളിൽ വരുന്നത്. അതിൽ എന്താണെന്നുള്ള എക്സ്പ്ലനേഷൻ ഇതാണ് കേട്ടോ. പഠിച്ചു വെക്കുക. ടെക്സ്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റിലെ പേജ് നമ്പർ ക്ലിയർ ആവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ടെക്സ്റ്റ് നോക്കി പഠിക്കാൻ പറയുന്നത്. ഈ ഘട്ടത്തിൽ നടക്കുന്ന പ്രധാന രാസപ്രവർത്തനങ്ങൾ എന്തെല്ലാം? വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ പ്രോസസ് ഒക്കർ ഡ്യൂറിങ് ദിസ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആ ഒരു സൈക്കിളിൻ്റെ പേരേ ചോദിച്ചിട്ടുള്ളൂ. അതാണ് ക്രെബ്സ് സൈക്കിൾ, ക്രെബ്സ് പരിവൃത്തി. ഇനി അവിടെ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിന് താഴെയുള്ള ആ ബോക്സിലുള്ള കാര്യങ്ങൾ എഴുതാം. സപ്പോസ് നിങ്ങളോട് ഇപ്പോൾ ചോദിക്കുന്നത് അതിൻ്റെ മുകളിലുള്ളതായിരിക്കാം. ഗ്ലൈക്കോളിസിസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് എഴുതണം. അതാണ് ഞാൻ അതിന് തൊട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ആ ബോക്സും പഠിച്ചു വയ്ക്കുക. 17th ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഇൻസ്റ്റൻസ് ഗിവൻ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഈസ്റ്റ് ചേർത്ത മാവ് പുളിച്ചു പൊങ്ങുന്നു. ഡെഫ് റൈസസ് വെൻ ഈസ്റ്റ് ഈസ് ആഡഡ്. അടുത്തത്, ലാക്റ്റിക് ആസിഡ് ഈസ് ഫോംഡ് ഇൻ മസിൽ സെൽ. പേശികോശങ്ങളിൽ ലാക്റ്റിക് ആസിഡ് രൂപപ്പെടുന്നു. രണ്ട് സന്ദർഭങ്ങളിലും നടക്കുന്ന ശ്വസന പ്രക്രിയ ഏത്? നെയിം ദ ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ ടേക്ക് പ്ലേസ് ഡ്യൂറിങ് ദ ഇൻസ്റ്റൻസ് ഗിവൻ അബവ്. അപ്പോൾ അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് അനയോർബിക് റെസ്പിറേഷൻ അല്ലെങ്കിൽ ഫെർമെൻറ്റേഷൻ എന്ന് നമ്മൾ പറയും.
അഴുകൽ അല്ലെങ്കിൽ വായുരഹിത ശ്വസനം. ഏതിലാണ് ഈസ്റ്റ് ചേർത്ത മാവ് പുളിച്ചു പോകുന്ന ആ ഒരു പ്രവർത്തനം. ഓക്കെ, രണ്ടാമത്തേൽ എന്താണ്? രണ്ടാമത്തേലും അത് തന്നെയാണ്. അവിടേക്ക് രണ്ട് സ്ഥലത്തും കാറ്റ് എത്തുന്നില്ല. ഓക്കെ, അപ്പോൾ കാറ്റ് എത്താണ്ടാവുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അതിന് വായുരഹിത ശ്വസനം എന്ന് പറയും. ഓക്കെ, പിന്നെ അത് മാത്രമല്ല അതിങ്ങനെ ഇരുന്നിരുന്ന് അവിടെ അഴുകുക അല്ലെങ്കിൽ എന്താ പറയുക, അവിടെ കേടായിട്ട് പോണതാണ്. ഓക്കെ, ബി ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ സന്ദർഭത്തിൽ ശ്വസന ഫലമായി ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഏവ? നെയിം ദ പ്രൊഡക്റ്റ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് റെസ്പിറേഷൻ ഇൻ ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ്. അപ്പോൾ ആ രണ്ടാമത്തേൽ ഏതായിരിക്കും? ആൽക്കഹോളും CO2 കാർബൺ ഡയോക്സൈഡും ആയിരിക്കും കേട്ടോ. ഇനി സി ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ സന്ദർഭം നടക്കുന്നതിനിടയാകുന്ന സാഹചര്യം ഏത്? ഗിവ് റീസൺ ഫോർ ദ ഒക്കറൻസ് ഓഫ് ദിസ് പ്രോസസ് ഡ്യൂറിംഗ് ദ സെക്കൻഡ് ഇൻസ്റ്റൻസ്. ഡ്യൂറിംഗ് സ്ട്രെന്നസ് എക്സസൈസ്. സ്ട്രെന്നസ് എക്സസൈസ് കേട്ടോ, ശ്രദ്ധിക്കണം. എനർജി യൂട്ടിലൈസേഷൻ ഇൻ മസിൽസ് ഇൻക്രീസസ് ആൻഡ് ദ ഓക്സിജൻ അവൈലബിലിറ്റി ഡിക്രീസസ്. ഇൻ സച്ച് സിറ്റുവേഷൻ ലാക്റ്റിക് ആസിഡ് ഇസ് ഫോംഡ് ഇൻ ദ മസിൽ സെൽ. അപ്പോൾ രണ്ടാമത്തേൽ നമ്മൾ പറഞ്ഞത് ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യാൻ നമ്മുടെ മസിലിൻ്റെ ഉള്ളിൽ. അതെന്തായിരിക്കും എന്ന് പറഞ്ഞ്. സ്ട്രെന്നസ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ കഠിനമായ വ്യായാമ വേളയിൽ പേശികളിൽ ഊർജ്ജം ഉപയോഗം വർദ്ധിക്കും. നമ്മൾ നല്ല എനർജി എടുത്തിട്ടല്ലേ വർക്ക് ചെയ്യുക. ഓക്സിജൻ്റെ ലഭ്യത കുറയും. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം ഓടിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഓക്സിജൻ ശ്വാസം കിട്ടാത്ത പോലെ തോന്നാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് വലിയ വലിയ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ അവിടെ എനർജി കൂടുതലാണ്. അപ്പോൾ ഓക്സിജൻ ലഭ്യത കുറയുകയും ചെയ്യുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ പേശി കോശങ്ങളിൽ ലാക്റ്റിക് ആസിഡ് രൂപം കൊള്ളുന്നു. കാരണം ഓക്സിജൻ എത്താണ്ടാവുമ്പോഴാണ് നമ്മൾ പറഞ്ഞു അനോറബിക് റെസ്പിറേഷൻ, ഫെർമെൻറ്റേഷൻ, അഴുകൽ, വായുരഹിത ശ്വസനം എന്നൊക്കെ പറഞ്ഞു. ഓക്സിജൻ എത്താണ്ടാവുമ്പോഴാണ് ഈ ലാക്റ്റിക് ആസിഡൊക്കെ അവിടെ ഉണ്ടാവുന്നത് നമ്മുടെ മസിലിൻ്റെ ഇടയിൽ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സസ്യങ്ങളിൽ വാതക വിനിമയവുമായി ബന്ധപ്പെട്ട് ചിത്രീകരണം നിരീക്ഷിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അതിലെ ഫസ്റ്റ് സർഫസ് ഓഫ് സ്റ്റെം ആൻഡ് റൂട്ട്. കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും ഉപരിതലത്തിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? ലെൻറ്റിസെൽസ് ആണ്. അവിടെ കാണുന്ന പോർസ് ആണ് ഈ ലെൻറ്റിസെൽസ് എന്ന് പറയുന്നത് കേട്ടോ. എവിടെയാണ്? സർഫസ് ഓഫ് സ്റ്റെം ആൻഡ് റൂട്ട്. കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും ഉപരിതലത്തിൽ കാണുന്ന ആ ഒരു സുഷിരങ്ങൾ, അതാണ് ലെൻറ്റിസെൽസ്. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് ഇൻ പ്ലാന്റ്. സസ്യങ്ങളിൽ വാതക വിനിമയം. ഇത് ഇങ്ങനൊരു ഹോൾസ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ഗ്യാസസ്, ഇപ്പോൾ ഓക്സിജൻ ആയാലും കാർബൺ ഡയോക്സൈഡ് ആയാലും പ്ലാന്റ്സിന് കൊടുക്കുന്നതും അതുപോലെ പ്ലാന്റ്സ് തരുന്നതും. ഇനി ലാസ്റ്റ് വൺ ടൊമാറ്റോ. ആസ്യരന്ധ്രം എന്ന് എഴുതിയിട്ടുണ്ട്. ഇലകളിലെ പച്ച നിറമുള്ള ഇളം കാണ്ഡത്തിൽ ലീവ്സ് ആൻഡ് ടെൻഡർ സിസ്റ്റം. ഈ ലെൻറ്റിസെൽസ് എവിടെയാണ് കാണുന്നത്? ലീവ്സ് ആൻഡ് ടെൻഡർ സിസ്റ്റം അല്ലെങ്കിൽ ഇലകളിലും പച്ച നിറമുള്ള ഇലകാണ്ഡത്തിൽ. അതിലാണ് ഈ സംഭവങ്ങളൊക്കെ കാണുന്നത്. ഇനി കമ്പയർ ദ പ്രോസസ് ഓഫ് എനർജി പ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽ റൈറ്റ് ടു സിമിലാരിറ്റീസ്. സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ഊർജ്ജോൽപാദന പ്രക്രിയ താരതമ്യം ചെയ്ത് ഏതെങ്കിലും രണ്ട് സമാനതകൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സസ്യങ്ങളിലും എനിമൽസിലും അല്ലെങ്കിൽ മൃഗങ്ങളിലും ഉണ്ടാകുന്ന ആ ഒരു എനർജി പ്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. ടെക്സ്റ്റിലുണ്ട് പോർഷൻ, അത് നമുക്ക് നോക്കാം. ലെൻറ്റിസെൽസ് എന്താണെന്ന് അറിയില്ലെങ്കിൽ ഫസ്റ്റ് തന്നിട്ടുണ്ട്. ദ സർഫസ് ഓഫ് സ്റ്റെംസ് ആൻഡ് റൂട്ട്സ്. ദ സ്മോൾ പോർസ് ഓൺ ദ സർഫസ് ഓഫ് സ്റ്റെം ആൻഡ് റൂട്ട്. അതാണ് ലെൻറ്റിസെൽസ് എന്ന് പറയുന്നത്. എക്സ്ചേഞ്ച് ഓഫ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഓക്സിജൻ ടേക്ക് പ്ലേസ് ഇൻ ദ സ്റ്റെം ആൻഡ് റൂട്ട് ത്രൂ ദ സെൽ ഓഫ് ലെൻറ്റിസെൽസ്. കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും ഉപരിതലത്തിൽ ധാരാളം ചെറു സുഷിരങ്ങളുണ്ട്. അതാണ് നമ്മുടെ ലെൻറ്റിസെൽസ്. കാണ്ഡത്തിലും അതുപോലെ തന്നെ വേരിലും വാതക വിനിമയം നടക്കുന്നത് ലെൻറ്റിസെല്ലിലൂടെയാണ്. ലെൻറ്റിസെല്ലിലെ കോശങ്ങൾക്കിടയിലൂടെ ഡിഫ്യൂഷൻ വഴിയാണ് കാണ്ഡത്തിനെയും അതുപോലെ കാണ്ഡത്തിൻ്റെ പുറത്തേക്കും ശ്വസനവാതങ്ങളായ ഓക്സിജനും കാർബൺ ഡയോക്സൈഡും വിനിമയം ചെയ്യുന്നത്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ് അവിടെ നടക്കുന്ന ആ ഒരു എനർജി പ്രൊഡക്ഷൻ എന്ന്. അതാണ് അടുത്ത പാരഗ്രാഫ് കേട്ടോ. അപ്പോൾ ഫിഗർ ഒന്ന് നോക്കി വയ്ക്കുക ലെൻറ്റിസെൽസിൻ്റെ. Even though plants need less energy when compared to animals, they also utilize glucose for the production of energy. The oxygen needed for the oxidation of glucose is also absorbed from atmospheric air. Plants have different mechanisms for the exchange of gases. You already know about the stomata seen on leaves and green tender system. These are the centers of exchange of gas in plants. താരതമ്യേന ഊർജ്ജത്തിൻ്റെ ആവശ്യം കുറവാണെങ്കിലും സസ്യങ്ങളും ഊർജ്ജത്തിനായി ഗ്ലൂക്കോസിനെ വിഘടിപ്പിക്കുന്നുണ്ട്. ഇതിനാവശ്യമായ ഓക്സിജൻ അന്തരീക്ഷ വായുവിൽ നിന്ന് തന്നെയാണ് സസ്യങ്ങളും ആഗിരണം ചെയ്യുന്നത്. ശ്വസനവാതങ്ങളുടെ വിനിമയത്തിന് സസ്യങ്ങളിൽ വിവിധ തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. ഇലകളിലും പച്ച നിറമുള്ള ഇളം കാണ്ഡത്തിലും കാണപ്പെടുന്ന അസ്ഥിരരന്ധ്രങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. ഇവ സസ്യങ്ങളിലെ പ്രധാന വാതക വിനിമയ കേന്ദ്രങ്ങളാണ്. അപ്പോൾ ഈ കാര്യം കറക്റ്റായിട്ട് വായിച്ച് പഠിച്ചു വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊരു ഫ്ലോ ചാർട്ടാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഒരു പോർട്ടൽ പര്യായനവുമായി ബന്ധപ്പെട്ട ബോക്സിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. പോർട്ടൽ പര്യായനം അത് ശ്രദ്ധിക്കുക. പോർട്ടൽ സർക്കുലേഷൻ നമ്മുടെ ടെക്സ്റ്റിലുള്ള അതേ ഫിഗർ തന്നെയാണ്. അതിൽ ഒരെണ്ണം തന്നിട്ടുണ്ട്, ബാക്കി ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ കുടലിലെ ലോമികൾ, കാപ്പിലാരീസ് ഓഫ് ദ ഇൻഡസ്ട്രൈൻ. അടുത്തത് എന്താ? ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ ആണ്. ഓക്കെ, ഹെപ്പാറ്റിക് പോർട്ടൽ സിര. രണ്ടാമത്തത് കാപ്പിലാരീസ് ഇൻ ദ റിവറാണ്, കരളിലെ ലോമികൾ. മൂന്നാമത്തത് ലിവറാണ്, കരളാണ്. നാലാമത്തത് ഹെപ്റ്റിക് വെയിൻ ആണ്, ഹെപ്റ്റിക് സിര. അഞ്ചാമത്തത് വെനൈക്കാവ, മഹാസിര. ആറാമത്തത് നമ്മുടെ ഹാർട്ടാണ്, ഹൃദയം.
നെക്സ്റ്റ് ഈ പിക്ചർ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതെന്താണ്? സ്വെറ്റ് ഗ്ലാൻഡ് ആണ്, സ്വേദഗ്രന്ഥിയാണ്. നമുക്ക് വിയർപ്പൊക്കെ വരുന്നില്ലേ അത്. ചിത്രത്തിൽ എ എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ഗ്രന്ഥി തിരിച്ചറിയുക. ഐഡൻറ്റിഫൈ ദ ഗ്ലാൻഡ് ഇൻഡിക്കേറ്റഡ് ആസ് എക്സ് ഇൻ ദ ഇലസ്ട്രേഷൻ. അത് സ്വേദഗ്രന്ഥി അല്ലെങ്കിൽ സ്വെറ്റ് ഗ്ലാൻഡ് എന്ന് പറയും, വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് ഗ്ലാൻഡ്. ഈ ഗ്രന്ഥിയുടെ പ്രവർത്തനം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ത്വക്കിലെ സ്വേദന ഗ്രന്ഥികളാണ് വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. ശരിക്കും നമുക്ക് 1 മാർക്കിനല്ല ക്വസ്റ്റ്യൻ. അപ്പോൾ ത്വക്കിലെ സ്വേദഗ്രന്ഥിയാണ് വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്, അങ്ങനെ എഴുതിയാൽ മതി. പക്ഷേ ഇനി ഇതിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് ഞാനൊരു പാരാഗ്രാഫിൽ നമ്മുടെ ടെക്സ്റ്റിലുള്ള അതേ പോയിന്റ്സ് ഒക്കെ എടുത്തിരിക്കുന്നത് കേട്ടോ. സ്വേദഗ്രന്ഥികളുടെ അടിഭാഗം രക്തലോമികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഈ ഭാഗത്തു കൂടി രക്തം ഒഴുകുമ്പോൾ രക്തത്തിൽ നിന്ന് ലവണങ്ങളും ജലവും സ്വേദഗ്രന്ഥിയിലേക്ക് പ്രവേശിക്കുന്നു. ഇത് വിയർപ്പ് തുള്ളികളായി ത്വക്കിൻ്റെ ഉപരിതലത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ശരീര താപനില ക്രമീകരിക്കലാണ് വിയർക്കലിൻ്റെ മുഖ്യ ലക്ഷ്യം. അപ്പോൾ വിയർക്കണ എന്തിനാ? ശരീര താപനില ക്രമീകരിക്കാൻ. Skin is the largest organ of the human body. Sweat glands in the skin produce sweat. The sweat glands are surrounded by blood capillaries at their base. When blood flows through these capillaries, salt and water from the blood enter the sweat gland. This appears as sweat drops on the skin surface. The main objective of sweating is regulation of body temperature. ക്ലിയർ ആയല്ലോ? മലയാളം കൂടി കൊടുക്കുന്നത് അതിനായിട്ടാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഈ പ്രവർത്തനത്തിൻ്റെ പ്രയോജനങ്ങൾ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. ശരീര താപനില ക്രമീകരിക്കലാണ് വിയർക്കലിൻ്റെ മുഖ്യ ലക്ഷ്യം. സ്വെറ്റിംഗ് ഓഫ് ദ റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ ഇസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് സ്വെറ്റിംഗ്. ലാസ്റ്റ് ലൈനാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അപ്പോൾ തന്നിരിക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വായിക്കാം. ഒട്ടനവധി പ്രക്രിയകളുടെ കൂട്ടായ പ്രവർത്തനം മൂലമാണ് ജലം സുഗമമായി ഇലകളിലും മറ്റ് സസ്യഭാഗങ്ങളിലും എത്തിച്ചേരുന്നത്. വാട്ടർ റീച്ചസ് ലീവ്സ് ആൻഡ് അതർ പ്ലാന്റ്സ് പാർട്ട് ഫ്രം സോയിൽ ഡ്യൂ ടു ദ കമ്പൈൻഡ് ആക്ഷൻ ഓഫ് മെനി പ്രോസസ്. നെയിം ദ പ്രോസസ് മെൻഷൻ ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ്. പ്രസ്താവനയിൽ സൂചിപ്പിച്ചിരിക്കുന്ന പ്രക്രിയകൾ ഏതെല്ലാം? അവിടെ ട്രാൻസ്പിരേഷൻ ഉണ്ട്, റൂട്ട് പ്രഷർ, കൊഹീഷൻ, അഡീഷൻ. സസ്യസ്വേദനം, മൂലമർദ്ദം, കൊഹീഷൻ, അഡീഷൻ, ഇതൊക്കെയാണ് പ്രോസസ്സ്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, ഈ പ്രക്രിയകൾ എങ്ങനെയാണ് ജലത്തിൻ്റെ സംവാഹനത്തിന് സഹായിക്കുന്നത്? ഹൗ ഡു ദീസ് പ്രോസസ് ഹെൽപ്പ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ? എക്സ്പ്ലെയിൻ. പേജ് നമ്പർ 44 കൊടുത്തിട്ടുണ്ട് കേട്ടോ. സസ്യസ്വേദനം വഴി ഇലകളിലെ കോശാന്തര സ്ഥലങ്ങളിൽ നിന്ന് ആസ്യരന്ധ്രങ്ങളിലൂടെ ജലം നഷ്ടപ്പെടുന്നു. ഇത് ഇലകളിലെ കോശങ്ങളിലെ മർദ്ദം കുറയ്ക്കും. ഈ മർദ്ദ വ്യത്യാസം പരിഹരിക്കുന്നതിനായി പ്രസ്തുത കോശങ്ങളിലേക്ക് സമീപ കോശങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അടുത്തുള്ള കോശങ്ങളിൽ നിന്ന് ഓസ്മോസിസിലൂടെ ജലം പ്രവേശിക്കുന്നു. ഇങ്ങനെ സസ്യസ്വേദനം വഴിയുണ്ടാകുന്ന വലിവ് വളരെ ഉയരത്തിലേക്ക് ജലമെത്താൻ സഹായിക്കുന്നു. ഇതുകൂടാതെ ജലതന്മാത്രകൾക്ക് പരസ്പരവും അവ സഞ്ചരിക്കുന്ന കുഴലുകളുടെയും ഭിത്തിയുമായി ഒട്ടിച്ചേർന്ന് നിൽക്കാനുള്ള കഴിവുമുണ്ട്. ഈ പ്രതിഭാസങ്ങൾ യഥാക്രമം കൊഹീഷൻ എന്ന് അഡീക്ഷൻ എന്നും അറിയപ്പെടുന്നു. ഇവയോടൊപ്പം ജലം ആഗിരണം ചെയ്യുന്നത് വഴി വേരിലെ കോശങ്ങളിലെ രൂപപ്പെടുന്ന മൂലമർദ്ദവും ജലത്തിൻ്റെ സുഗമമായ ഉയർച്ചയ്ക്ക് സഹായകമാകുന്നു. Water is lost from the intercellular space of leaves through stomata by transpiration. വെള്ളം അങ്ങ് നഷ്ടപ്പെടുന്നുണ്ട് സ്റ്റൊമാറ്റോ വഴി. ട്രാൻസ്പിരേഷൻ ഉണ്ടാകുമ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ കാറ്റൊക്കെ പുറത്തേക്ക് പോകില്ലേ, അപ്പോൾ അതിൻ്റെ ഒപ്പം വെള്ളവും പോവും. ഇറ്റ് റെഡ്യൂസ് ദ പ്രഷർ ഇൻ ദ സെൽ ഓഫ് ലീവ്. ലീവ്സിൻ്റെ ഉള്ളിൽ നല്ല പ്രഷറായിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് ആ ഒരു വെള്ളം പോകുമ്പോൾ പ്രഷർ ഒന്ന് കുറയും. In order to compensate this pressure difference, water enters this cell from adjacent cell through osmosis. അപ്പോൾ ഇങ്ങനെ പ്രഷർ കുറയുമ്പോൾ അതൊന്ന് ഫില്ലായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഓസ്മോസിസ് വഴി അടുത്ത സെല്ലിൽ നിന്ന് വെള്ളം വരും. The transpiration pool developed due to that transpiration helps to carry water to the top. എങ്ങനെയാണ് വെള്ളം വരുന്നത്? ട്രാൻസ്പിരേഷൻ പുള്ളുണ്ട്, കുറച്ച് പുറത്തേക്ക് പോകുമ്പോൾ അങ്ങോട്ട് തിരിച്ചു കയറാനുള്ള ഒരു പുൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇത് വെള്ളം മുകളിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യുന്നു. ബിസൈഡ് ദിസ്, വാട്ടർ മോളിക്യൂൾ ഹാവ് ദ കപ്പാസിറ്റി ടു സ്റ്റിക്ക് ടു ദംസെൽഫ് വിത്ത് ദ വാൾസ് ഓഫ് ദ വെസൽ ത്രൂ വിച്ച് ദേ മൂവ്. അവർ പോകുന്ന സ്ഥലത്തിലൊക്കെ അവരുടെ ആ ഒരു ചുറ്റുമുള്ള വാളായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കാനുള്ള കഴിവ് വെള്ളത്തിനുണ്ട്. അപ്പോൾ ആ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ വെള്ളം കിട്ടും. ഇനി ദീസ് പ്രോസസ് ആർ നോൺ ആസ് കൊഹീഷൻ ആൻഡ് അഡീഷൻ. നമ്മൾ കൊഹീഷനും അഡീഷനും പഠിച്ചിട്ടുണ്ട്, മുകളിലേക്ക് ഇരിക്കുന്നതും വളഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ along with this, root pressure developed in the cell of root due to absorption of water also help in raising water. അപ്പോൾ ഇങ്ങനെ വെള്ളം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ റൂട്ടിൽ വേരുകളിൽ എന്ത് ചെയ്യും? ഒരു പ്രഷർ ഉണ്ടാകുന്നുണ്ട്. ആ പ്രഷർ ഉണ്ടാവുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? നമ്മൾക്കറിയാം, സിറിഞ്ചിൽ നമ്മളിങ്ങനെ പൊക്കി പിടിക്കും തോറും എന്തുണ്ടാവും? ആ കാറ്റും കിടക്കും, അതിൻ്റെ ഒപ്പം ജലവും കിടക്കും. ഇതുപോലെ വെള്ളം ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ ആ ഒരു പ്രഷർ റൂട്ടിലുണ്ട്. അതിൽ പ്രഷർ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം, കൂടുതൽ വെള്ളം റൂട്ടിലേക്ക് ഇങ്ങനെ കയറി വരും. ക്വസ്റ്റ്യൻ നമ്പർ 23, നെഫ്രോണിലെ ക്യാപ്സുലാർ സ്പേസിലേക്ക് ശേഖരിക്കപ്പെടുന്ന ഒരു ദ്രാവകത്തിൻ്റെ ഘടകങ്ങൾ ബോക്സിൽ നൽകിയിരിക്കുന്നു. ഇവ വിശകലനം ചെയ്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക.
Components of a fluid collected in that capillary space of Bowman's capsule are given in the analyze and answer the following question. അപ്പോൾ ബോക്സിൽ തന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ദ്രാവകം ഏത്, ഇത് രൂപപ്പെടുന്നത് എങ്ങനെ, ഐഡൻറ്റിഫൈ ദ ഫ്ലൂയിഡ്, ഹൗ ഇറ്റ് ഈസ് ഫോംഡ്. അപ്പോൾ ഈ ഘടകങ്ങൾ ഇപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ജലം, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, സോഡിയം, പൊട്ടാസ്യം, യൂറിയ, യൂറിക് ആസിഡ്, ഇതെല്ലാം ഏത് ഫ്ലൂയിഡിലാണ് ഉള്ളതെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞു. ഈ ദ്രാവകത്തിൽ അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഏതാണ് ദ്രാവകം? ഗ്ലോമുലാർ ഫിൽട്രേറ്റ് ആണ്. ഗ്ലോമുലാർ ഫിൽട്രേറ്റ് ആണ് ഈ ദ്രാവകം കേട്ടോ. ഇനി ഇത് രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഇതാ നെക്സ്റ്റ് ഒരു പിക്ചർ കാണിക്കുന്നുണ്ട്, അതിൽ പറയാം. ബാക്കി ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാം. ഈ ഘടകങ്ങളിൽ നിന്ന് മൂത്രത്തിൽ കാണപ്പെടാത്തവ തിരഞ്ഞെടുത്ത് എഴുതുക. ചൂസ് ദ കമ്പോണൻറ്റ്സ് വിച്ച് ആർ നോട്ട് പ്രസൻറ്റ് ഇൻ യൂറിൻ. ഇതിൽ നമ്മുടെ യൂറിനിലില്ലാത്ത ഏതൊക്കെയാണ്? ഗ്ലൂക്കോസും അമിനോ ആസിഡ്സും ഇല്ല. ഇനി അടുത്തത്, ഈ ഘടകങ്ങൾ മൂത്രത്തിൽ കാണപ്പെടാത്തത് എന്തുകൊണ്ട്? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ആബ്സെൻസ് ഓഫ് ദിസ് കമ്പോണൻറ്റ്സ് ഇൻ യൂറിൻ? യൂറിനിൽ ഇതില്ലാത്തത് എന്തുകൊണ്ടാണ് ഗ്ലൂക്കോസൊക്കെ? വെൻ ഗ്ലോമുലാർ ഫിൽട്രേറ്റ് ഫ്ലോസ് ത്രൂ നെർനിയൽ ട്യൂബിൾസ് ടു ദ കളക്ടിംഗ് ഡട്ട്, glucose and amino acid reabsorbed to the peritubular capillaries. ഗ്ലോമർലാർ ഫിൽട്രേറ്റ് വൃക്ക നാളികയിലൂടെ ശേഖരണ നാളിയിലേക്ക് ഒഴുകുമ്പോൾ ആവശ്യ വസ്തുക്കൾ ബാഹ്യ നളികൾ ജാലത്തിലേക്ക് പുനരാഗിരണം ചെയ്യുന്നു. ഗ്ലൂക്കോസ് ഒക്കെ നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. അതുപോലെ അമിനോ ആസിഡും നമുക്ക് ആവശ്യം. അമോണിയാണ് ആവശ്യമില്ലാത്തത്, അതിന് വരുന്ന സാധനം അതൊക്കെ നമ്മൾ പുറത്തേക്ക് കളയും. ആവശ്യമുള്ളത് വീണ്ടും എന്ത് ചെയ്യും? പെനിട്രേറ്റ് ചെയ്യാൻ വെച്ചാൽ വീണ്ടും അവർ അബ്സോർബ് ചെയ്യും. അതുകൊണ്ടാണ് ഇത് യൂറിൻ വഴി പോവാത്തത്. ഇനി നമ്മുടെ ഗ്ലോമുലാർ ഫിൽട്രേറ്റ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ പേജ് നമ്പറിൽ ഒരു സെക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ആ പേജ് നമ്പറിൽ വേറെ ഒരു 3 ബോക്സസ് വരുന്നുണ്ട്. ഇമ്പോർട്ടൻറ്റ് ബോക്സസ് ആണ്, അത് നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ അൾട്രാ ഫിൽട്രേഷൻ, സൂക്ഷ്മരിക്കൽ എന്നാണ് അതിന് പറയുന്നത്. എങ്ങനെയാണ് ഈ ഗ്ലോമുലാർ ഫിൽട്രേഷൻ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. വെൻ ബ്ലഡ് ഫ്ലോ ത്രൂ ദ ഗ്ലോമുലാസ്, അൾട്രാ ഫിൽട്രേഷൻ ടേക്ക് പ്ലേസ് ത്രൂ ഇറ്റ് സ്മോൾ പോർസ്. രക്തം ഗ്ലോമുലസിലൂടെ ഒഴുകുമ്പോൾ അത് സുഷിരങ്ങളിലൂടെ സൂക്ഷ്മ അരിക്കലിന് വിധേയമാകുന്നു. അഫറൻറ്റ് വെസലും ഇഫറൻറ്റ് വെസലും തമ്മിലുള്ള വ്യാസവ്യത്യാസം ഗ്ലോമുലസിൽ സൃഷ്ടിക്കുന്ന ഉയർന്ന മർദ്ദം ഈ പ്രക്രിയയെ സഹായിക്കുന്നു. ഇതിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന ഗ്ലോമുലാർ ഫിൽട്രേറ്റ് ക്യാപ്സുലർ സ്പേസിൽ ശേഖരിക്കുന്നു. ദിസ് പ്രോസസ് ഈസ് സപ്പോർട്ടഡ് ബൈ ദ ഹൈ പ്രഷർ ഡെവലപ്ഡ് ഇൻ ദ ഗ്ലോമുലാസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ ഡയാമീറ്റർ ഓഫ് എഫറൻറ്റ് വെസൽ ആൻഡ് ഇഫറൻറ്റ് വെസൽ. The glomerular filtrate formed as a result of this is collected in the capsular space. അപ്പോൾ ഇതിൽ നമ്മൾ എഫറൻറ്റ് വെസലും ഇഫറൻറ്റ് വെസലും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഇൻ ദ ഡയാമീറ്റർ, അവർ തമ്മിലുള്ള ആ ഒരു വ്യാസത്തിൽ വ്യത്യാസം വരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യാസത്തിൽ വ്യത്യാസം വരുമ്പോൾ അവിടെ ഒരു ഹൈ പ്രഷറാണ് ഉണ്ടാവുന്നത്. അതുവഴിയാണ് ഈ ഫ്ലൂയിഡ് ഉണ്ടാവുന്നത്. ക്ലിയർ ആയല്ലോ? ഇത് എവിടെ അവർ വെക്കുക? ക്യാപ്സുലാർ സ്പേസിലാണ് ഈ ഗ്ലോമുലാർ ഫിൽട്രേറ്റ് അവരെടുത്ത് വെക്കാറായിട്ട്. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അവിടെ ഒരു പിക്ചർ വന്നിട്ടുണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേതും രണ്ടാമത്തേതും ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റിൽ വളരെ വിശദമായിട്ട് ഈ ഒരു പിക്ചർ ഉണ്ട് കേട്ടോ, ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പം നമുക്കിത് ഫില്ല് ചെയ്യാം. ഒന്നാമത്തത് പ്ലാസയിലെ ജലത്തിൽ ലയിച്ച് അല്ലെങ്കിൽ ഡിസോൾവ്ഡ് ഇൻ പ്ലാസ്മ വാട്ടർ, അതാണ് ആ സെക്ഷൻ. രണ്ടാമത്തത് കാർബമിനോ ഹീമോഗ്ലോബിൻ ആണ്. കാർബമിനോ ഹീമോഗ്ലോബിൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഹീമോഗ്ലോബിൻ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഇത് ഉണ്ടാവുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടാമത്തതും മൂന്നാമത്തതും പ്രോസസ്സ്, ആ ഒരു പ്രക്രിയ വിശദീകരിക്കാൻ, എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ഇൻസൈഡ് ദ ലങ്സ് കാർബമിനോ ഹീമോഗ്ലോബിൻ ആൻഡ് ബൈകാർബണേറ്റ് ബ്രേക്ക് ഡൗൺ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഈസ് റിലൈസ്ഡ്. ശ്വാസകോശങ്ങളിൽ വെച്ച് കാർബമിനോ ഹീമോഗ്ലോബിനും ബൈകാർബണേറ്റും വിഘടിച്ച് കാർബൺ ഡയോക്സൈഡ് സ്വതന്ത്രമാകുന്നു. അതാണ് ഈ രണ്ടാമത്തേലും മൂന്നാമത്തേലും പറയുന്ന ഒരു പ്രക്രിയ കേട്ടോ. മൂന്നാമത്തത് എന്തായിരുന്നു? ആസ് ബൈകാർബണേറ്റുകളുടെ രൂപത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റിലുണ്ട് കേട്ടോ, ഈ കാര്യം കറക്റ്റായിട്ട് ടെക്സ്റ്റിലുണ്ട്, നിങ്ങളിത് പഠിച്ച് വയ്ക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നാൽ അത് ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു? വാട്ട് വിൽ ഹാപ്പൻ ടു ദ ബോഡി ഇഫ് ദ എക്സ്പ്ലോഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഡസ് നോട്ട് ടേക്ക് പ്ലേസ്? അങ്ങനെ പുറന്തള്ളാതിരുന്നാൽ എന്താ സംഭവിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് ഇതാണ് നമ്മുടെ ടെക്സ്റ്റിലുള്ള പിക്ചർ കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ആ ഒരു ചിത്രീകരണം അല്ലെങ്കിൽ എക്സ്പൾഷൻ, പുറത്തു പോകുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ചിത്രീകരണമാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഫിഗർ നിങ്ങൾ നന്നായി പഠിക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്നുള്ള വഴിയിൽ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മളിതിൽ ബി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്ന് അല്ലെങ്കിൽ രണ്ടാമത്തെ ഫിഗർ എന്താണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ മൂന്നാമത്തെ ഒന്ന് ചോദിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ചിത്രം വരച്ചിരിക്കുന്നതാണ് എസ് ബൈകാർബണേറ്റ്. ആ ശ്രദ്ധിക്കുക, മൂന്നാമത്തെ ഏരോളൂ നമ്മൾ പറഞ്ഞില്ല. രണ്ടാമത്തത് നമ്മൾ ആ കൂടി ഡിസ്കസ് ചെയ്തല്ലോ. 2ഉം 3ഉം പറയാൻ ബി ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മൂന്നാമത്തെ എന്താ? 70% എന്ന് എഴുതിയത് കണ്ടില്ലേ? ആസ് ബൈകാർബണേറ്റ് ഫോംഡ് ബൈ ഗെറ്റിംഗ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ഇൻ ദ RBC. അപ്പോൾ ആ പിക്ചറിൽ കാണിക്കുന്നത് എന്താ? അരുണ രക്താണുവിൽ ജലവുമായി പ്രവർത്തിച്ച് ബൈകാർബണേറ്റുകൾ രൂപം കൊള്ളുന്നതാണ് കാണിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, നമ്മൾ പറഞ്ഞിങ്ങനെ പുറന്തള്ളപ്പെട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത്. കാർബൺ ഡയോക്സൈഡ് പുറത്തു പോയില്ലെങ്കിൽ എന്തുണ്ടാവും? കാർബൺ ഡയോക്സൈഡ് കമ്പൈൻസ് വിത്ത് വാട്ടർ പ്രസൻറ്റ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ സെൽ ടു ഫോം കാർബോണിക് ആസിഡ്. കാർബൺ ഡയോക്സൈഡിലുള്ള ജലവുമായി സംയോജിക്കുന്നു. കോശത്തിന് പുറത്ത്
കാർബോണിക് ആസിഡ് ഉണ്ടാകുന്നു. ദ ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ് കാർബോണിക് ആസിഡ് ഇൻക്രീസ് ദ അസിഡിറ്റി ഇൻ ദ ബോഡി. അപ്പോൾ എന്തു ചെയ്യും? ഈ ഒരു കാർബോണിക് ആസിഡിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ ശരീരത്തിൽ അസിഡിറ്റി കൂടുന്നു. ദിസ് ചേഞ്ചസ് ദ ഇൻറ്റേർണൽ. ഇത് ആന്തരിക പരിസ്ഥിതിയെ മാറ്റുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ആൻസേഴ്സ് കേട്ടോ. നല്ല രീതിയിൽ ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റിലെ പോർഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കേട്ടോ. ഇനിയും നമുക്കിത് ലെങ്തി ആക്കാൻ പറ്റില്ല, കാരണം നമുക്ക് വീഡിയോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലാരിറ്റിയിൽ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ട്. വീഡിയോൻ്റെ ലെങ്ത് കൂടുന്തോറും ക്ലാരിറ്റി നമുക്ക് സേവ് ചെയ്യേണ്ട അവസ്ഥ വരികയാണ് കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് എടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഇനിയും നിങ്ങളുടെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട്. നമുക്ക് എക്സാം നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കറിയാം. സോ നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.